മക്കളെ വെൽക്കം ബാക്ക് ടു റേസ് എഡ്യൂക്കേഷൻ. അപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ 10ാം ക്ലാസ് സോഷ്യൽ സയൻസിന്റെ ഹിസ്റ്ററി പാർട്ടിലെ ഒരു പ്രധാനപ്പെട്ട ഏരിയ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എക്സാംസിനൊക്കെ തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഏരിയ ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു വീഡിയോയിലൂടെ ഈ ഒരു ടോപ്പിക് ഏരിയ അടിപൊളിയായിട്ട് പഠിച്ചെടുക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്ന സമയത്ത് എന്താണ് ഫാഷിസം അല്ലെങ്കിൽ എന്താണ് നാസിസം അല്ലെ? ഈ രണ്ട് കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഐഡിയോളജീസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മൾ ഒരുപാട് കാലങ്ങളായി പഠിച്ചു വരുന്ന കാര്യങ്ങളാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് ഇതിനെ പറ്റിയിട്ട് ഒരു ഡീറ്റെയിൽ ആയിട്ട് ഒരു സ്റ്റഡി നടത്താം. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഫാഷിസം അല്ലെങ്കിൽ ഈ നാസിസം എന്ന് പറയുന്ന ഈ ഐഡിയോളജീസ് എപ്പോഴാണ് എമേർജ് ചെയ്ത് വന്നത് നമുക്ക് നോക്കാം ആദ്യം. അതായത് നമ്മുടെ ഫസ്റ്റ് വേൾഡ് വാർ, ഓക്കെ, അതുപോലെ തന്നെ സെക്കൻഡ് വേൾഡ് വാർ, ഇതിനിടയിലുള്ള ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഈ ഫാഷിസം അല്ലെങ്കിൽ ഈ നാസിസം എന്ന് പറഞ്ഞ ഐഡിയോളജീസ് ഒക്കെ തന്നെ എമേർജ് ചെയ്ത് വന്നിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇത് ഓരോന്നും എന്താണെന്ന് ആദ്യം നോക്കാം. ആദ്യം നമ്മൾ നോക്കുന്നത് എന്താണ്, ഫാഷിസം എന്താണെന്നാണ്. ഓക്കെ, അപ്പോ ഫസ്റ്റ് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇറ്റലിയിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഈ ഫാഷിസം ആദ്യമായിട്ട് എമേർജ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ദ ഐഡിയോളജി വാസ് നോൺ ആസ് ഫാഷിസം ഇൻ ഇറ്റലി. ഇറ്റലിയിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഈ ഫാഷിസം എന്ന് പറയുന്ന ഐഡിയോളജി എമേർജ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ഉത്ഭവിച്ചിരിക്കുന്നത് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, ഇനി ഇതിന്റെ ഫൗണ്ടർ അല്ലെങ്കിൽ സ്ഥാപകൻ എന്ന് പറയുമ്പോൾ ആരാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ, ബെനിറ്റോ മുസോളിനി ആണ് ഇതിന്റെ സ്ഥാപകൻ എന്ന് പറയുമ്പോൾ. ഓക്കെ, അതായത് ഇറ്റലിയിൽ എമേർജ് ചെയ്ത് വന്നിരുന്ന ഫാഷിസത്തിന്റെ സ്ഥാപകൻ ആരാണ്, ബെനിറ്റോ മുസോളിനി. ഇനി അടുത്തൊരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഇൻ 1922 മുസോളിനി ഓർഗനൈസ് എ മാർച്ച് ഓൺ റോം യൂസിങ് ത്രെറ്റ്സ് ആൻഡ് ടെറർ ടു സീസ് പവർ. അതായത് 1922 അധികാരം പിടിച്ചെടുക്കുന്നതിന് എന്ത് ചെയ്തു, തലസ്ഥാനമായ റോമിലേക്ക് ആര് മാർച്ച് നടത്തി, നമ്മുടെ മുസോളിനി മാർച്ച് നടത്തി. ഓക്കെ, അപ്പൊ ഇറ്റലിയുടെ ക്യാപിറ്റൽ സിറ്റി അല്ലെങ്കിൽ തലസ്ഥാനമാണ് എന്ത്, റോം. ഓക്കെ, അപ്പം 1922 അവിടെയുള്ള അധികാരം പിടിച്ചെടുക്കുന്നതിന് വേണ്ടി എന്ത് ചെയ്തു, മുസോളിനി ഒരു ലോങ് മാർച്ച് നടത്തുകയുണ്ടായി. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്തു, ആ മാർച്ചിന് ശേഷം എന്ത് ചെയ്തു, അവർക്ക് അധികാരം കിട്ടി. അങ്ങനെ മുസോളിനി എന്ത് ചെയ്തു, അധികാരത്തിലേക്ക് വന്നു. ഓക്കെ, ഹി ഹാസ് റോസ് ടു പവർ ഫോളോയിങ് ദ മാർച്ച്. ആ മാർച്ചിൽ അവർ സക്സസ്ഫുൾ ആയി, അവർക്ക് വിജയം കിട്ടി അല്ലെങ്കിൽ അവർ വിജയം നേടി. അതിനുശേഷം എന്ത് ചെയ്തു, മുസോളിനി ഇറ്റലി പവറിൽ വന്നു അല്ലെങ്കിൽ അധികാരത്തിൽ വന്നു. ഓക്കെ, ഇതിനുശേഷം എന്ത് ചെയ്തു, ഫോംഡ് എ മിലിറ്റിയ കോൾ ബ്ലാക്ക് ഷർട്ട്സ്. ഓക്കെ, അതിനുശേഷം എന്ത് ചെയ്തു, ഒരു സായുധ സംഘത്തെ, ഓക്കെ, അതായത് ഒരു മിലിറ്ററി അലയൻസിൽ തന്നെ ആര് ഫോം ചെയ്തു, ഈ ഒരു ബെനിറ്റോ മുസോളിനി ഫോം ചെയ്തു. അവരാണ് എന്ത് അറിയപ്പെട്ടിരിക്കുന്നത്, കരിങ്കുപ്പായക്കാർ അല്ലെങ്കിൽ ബ്ലാക്ക് ഷർട്ട്സ് എന്ന പേരിലായിരുന്നു ഈ മുസോളിനിയുടെ അണ്ടറിലുള്ള മിലിറ്ററി അലയൻസ് അറിയപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, ഇനി ഈ ഫാസിസം എന്തായിരുന്നു അവർ കൂടുതലായിട്ട് ലക്ഷ്യമിട്ടിരുന്നത്, അവർ ഈ ഡെമോക്രസി അല്ലെങ്കിൽ ജനാധിപത്യം, സോഷ്യലിസം എന്നീ കോൺസെപ്റ്റുകൾ അല്ലെങ്കിൽ ഐഡിയോളജീസ് കംപ്ലീറ്റ് ആയിട്ട് എതിർത്തു. ഓക്കെ, അവർക്ക് ജനാധിപത്യത്തെ തുടച്ചു നിൽക്കണമെന്നായിരുന്നു ആരുടെ ആഗ്രഹം, ഈ ഫാസിസം. അതുകൂടാതെ ആരുടെ, ബെനിറ്റോ മുസോളിനിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. കൂടാതെ ഇവരെന്ത് ചെയ്തു, യുദ്ധം എന്ന് പറയുന്ന ഐഡിയോളജീസിനൊക്കെ തന്നെ ഇവരെന്ത് ചെയ്തു, കൂടുതലായിട്ട് പ്രശംസിച്ചു അല്ലെങ്കിൽ ആ ഐഡിയോളജീസിനൊക്കെ ഇവരെന്ത് ചെയ്തു, നന്നായിട്ട് എന്ത് ചെയ്തു, ആൾക്കാരിൽ സ്പ്രെഡ് ചെയ്തു. ഓക്കെ, അപ്പൊ ഇവരുടെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത് എന്തായിരുന്നു, ജനാധിപത്യത്തെ തുടച്ചു നീക്കുക. അതുകൂടാതെ തന്നെ സോഷ്യലിസത്തെ ഒക്കെ തന്നെ എന്ത് ചെയ്യുക, തുടച്ചു നീക്കുക. അതായിരുന്നു ആരുടെ ലക്ഷ്യം, ഈ മുസോളിനിയും അതുപോലെ തന്നെ ഫാഷിസത്തിന്റെയും ലക്ഷ്യം എന്ന് പറയുമ്പോൾ. ഓക്കെ, അപ്പൊ സോഷ്യലിസ്റ്റ് തൊഴിലാളി കർഷക പ്രസ്ഥാനങ്ങളോടുള്ള ശത്രുത അല്ലെങ്കിൽ എനിമി ആയിരുന്നു ആരുടെ ഏറ്റവും വലിയ ഒരു എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവരുടെ ഏറ്റവും മെയിൻ കൺസേൺ എന്ന് പറയുന്ന സമയത്ത് ഇവരോടുള്ള ശത്രുതയായിരുന്നു. ഓക്കെ, ആരോടൊക്കെ, ഈ സോഷ്യലിസ്റ്റും അതുപോലെ തന്നെ തൊഴിലാളി കർഷകരോടുള്ള ശത്രുത. ഓക്കെ, ദാറ്റ് ഈസ് enmity towards socialist and laborers and peasants organization. ഓക്കെ, ഇതാണ് എന്ത്, ഇറ്റലിയിലുള്ള ഫാഷിസം എന്ന് പറയുമ്പോൾ. ഇനി അടുത്ത് നമ്മൾ പോകുന്നത് ജർമ്മനിയിൽ ഉണ്ടായിരുന്ന ഐഡിയോളജിയാണ് എന്ത്, നാസിസം അല്ലെ. അതായത് ഫാസിസത്തിന്റെ അല്ലെങ്കിൽ ഫാഷിസത്തിന്റെ ഒരു ജർമ്മൻ രൂപമാണ് എന്ത്, നാസിസം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പം ദിസ് ഐഡിയോളജി വാസ് റെഫേർഡ് ടു ആസ് നാസിസം ഇൻ ജർമ്മനി. അതായത് ജർമ്മനിയിൽ നാസിസം എന്ന രീതിയിൽ അറിയപ്പെട്ടു. ഇനി ഇതിന്റെ സ്ഥാപകൻ, ഓക്കെ, രണ്ടിന്റെയും സ്ഥാപകൻ നിങ്ങൾ ഓർത്തു വെക്കുക, ഫൗണ്ടർ ഓർത്തു വെക്കുക. ഇവിടെ ആരാണ്, അഡോൾഫ് ഹിറ്റ്ലർ ആണ് എന്ത്, നാസിസത്തിന്റെ ഫൗണ്ടർ അല്ലെങ്കിൽ സ്ഥാപകൻ എന്ന് പറയുമ്പം. ഓക്കെ, ഹിറ്റ്ലർ അല്ലെ, ഹിറ്റ്ലർ നമുക്ക് എല്ലാവർക്കും ഫെമിലിയർ ആണ്. അപ്പൊ ഹിറ്റ്ലർ ആണ് എന്ത്, ഈ ഒരു ജർമ്മനിയിൽ എക്സിസ്റ്റ് ചെയ്തിരുന്ന നാസിസത്തിന്റെ
ഫൗണ്ടർ എന്ന് പറയുമ്പോൾ. ഓക്കെ, ഇൻ 1923 ഹിറ്റ്ലർ ലെഡ് എ മാർച്ച് ടു ബെർലിൻ ആൻഡ് ഇറ്റ് വാസ് സബ്സിക്വന്റ്ലി ഇംപ്രിസൺഡ്. ഓക്കെ, അപ്പം 1923 ജർമ്മനിയുടെ ക്യാപിറ്റൽ സിറ്റി അല്ലെങ്കിൽ തലസ്ഥാനമായ ബെർലിനിലേക്ക് ആരൊരു മാർച്ച് നടത്തുകയാണ്? നമ്മുടെ ഹിറ്റ്ലർ ഒരു മാർച്ച് നടത്തുകയാണ്. ഓക്കെ, അപ്പൊ മാർച്ചിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്തു? ഹിറ്റ്ലർ വിജയിച്ചില്ല, ഹിറ്റ്ലറിനെ എന്ത് ചെയ്തു? ഇംപ്രിസൺ ചെയ്തു. ഓക്കെ, അതായത് മീൻസ് ലൈക്ക് ജയിലിലേക്ക് ഇട്ടു. ഓക്കെ, അതായിരുന്നു എന്ത് ചെയ്തിരുന്നത്? ഈ 1923 സംഭവിച്ചത്. ഓക്കെ, ആൻഡ് ഇനീഷ്യേറ്റഡ് എഫേർട്സ് ടു സെക്യൂർ പവർ ത്രൂ ഇലക്ഷൻസ്. എന്നിട്ട് എന്ത് ചെയ്തു? അതായത് ഇവിടെ ഒന്നും കൂടെ വായിക്കാം. അതായത് 1923 അധികാരം പിടിച്ചെടുക്കാൻ എന്ത് ചെയ്തു? ബെർലിനിലേക്ക് ഒരു മാർച്ച് സംഘടിപ്പിക്കുകയും തുടർന്ന് എന്ത് ചെയ്തു? അതായത് തുറങ്കലിൽ അടക്കപ്പെടുകയും ചെയ്തു. ഓക്കെ, അപ്പൊ എന്ത് ചെയ്തു? തിരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ എത്താനുള്ള ശ്രമം ആരംഭിച്ചു. അങ്ങനെ എന്ത് ചെയ്തു? ആ ഒരു കാര്യം സക്സസ്ഫുൾ ആയില്ല. അപ്പൊ എന്ത് ചെയ്തു? അവർ ഇലക്ഷനിലൂടെ മാനിപ്പുലേഷൻസ് നടത്തി. അതായത് ആൾക്കാരൊക്കെ പറഞ്ഞു പറ്റിച്ച് മാനിപ്പുലേറ്റ് ചെയ്തു കാര്യങ്ങൾ എന്ത് ചെയ്തു? ഇലക്ഷനിലൂടെ വിജയിക്കാൻ ആര് ശ്രമിച്ചു? അല്ലെങ്കിൽ വിജയിച്ചു ആര്? ഹിറ്റ്ലർ. ഓക്കെ, ആൻഡ് നെക്സ്റ്റ്ലി തവിട്ടുകുപ്പായക്കാർ അല്ലെങ്കിൽ ബ്രൗൺ ഷെയ്ഡ്സ് എന്ന സൈന്യത്തിന് രൂപം നൽകി. അപ്പം ഹിറ്റ്ലറിന്റെ അണ്ടറിൽ വരുന്ന ഒരു സൈനിക സഖ്യമാണ് എന്തെന്ന് പറഞ്ഞാൽ ഈ വെട്ടുകുപ്പായക്കാർ അല്ലെങ്കിൽ ബ്രൗൺ ഷർട്ട്സ് എന്ന് പറയുമ്പോൾ. ഓക്കെ, എസ്റ്റാബ്ലിഷ്ഡ് എ മിലിറ്റിയ നോൺ ആസ് ബ്രൗൺ ഷർട്ട്സ്. In 1933 elections he failed to win a majority but came to power through manipulations. പിന്നീടും എന്ത് ചെയ്തു? 1933ലേക്കും ഇലക്ഷൻ നടക്കുന്ന സമയത്തും ഇയാൾ എന്ത് ചെയ്തു? ലൈക്ക് ആ ഒരു മെജോറിറ്റി കിട്ടാൻ വേണ്ടി ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായി, അല്ലെങ്കിൽ ഫെയിൽ ടു വിൻ ദാറ്റ് മെജോറിറ്റി എന്ന് വേണമെങ്കിൽ പറയാം. അവിടെയും എന്ത് ചെയ്തു? മാനിപ്പുലേഷനിലൂടെ ഇയാൾ അധികാരത്തിലേക്ക് വരികയാണ്. ഓക്കെ, ആൻഡ് ഇനീഷ്യേറ്റഡ് എഫേർട്സ് ടു എലിമിനേറ്റ് സോഷ്യലിസ്റ്റ്, കമ്മ്യൂണിസ്റ്റ്, ഡെമോക്രാറ്റ്സ് ആൻഡ് ജ്യൂസ്. അപ്പം ഹിറ്റ്ലർ ആരെയൊക്കെയായിരുന്നു എതിർത്തിരുന്നത്? നമുക്കറിയാം, കമ്മ്യൂണിസ്റ്റുകാരെ, സോഷ്യലിസ്റ്റുകാരെ, ഡെമോക്രാറ്റ്സിനെ, അതുപോലെ തന്നെ ജൂതന്മാരെയും ആരെതിർത്തു? ഹിറ്റ്ലർ എതിർത്തു. ഓക്കെ, ഹിറ്റ്ലർ ഇവരൊക്കെ തന്നെ എതിർത്ത് ഇവരുടെ ആശയങ്ങൾക്കൊക്കെ എതിരായിരുന്നു ആര്? ഹിറ്റ്ലർ എന്ന് പറയുമ്പോൾ. ഓക്കെ, ആൻഡ് ഫോം എ ഗെസപ്പോ സീക്രട്ട് പോലീസ് ടു ഗ്യാദർ ഇന്റലിജൻസ് ആൻഡ് സപ്രസ് ഒപ്പോസിഷൻ. അപ്പം ഹിറ്റ്ലറിന് എതിരായിട്ട് വരുന്ന ആൾക്കാരെ ഒപ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? ഗെസപ്പോ എന്ന് പറയുന്ന ഒരു സീക്രട്ട് പോലീസ് സിസ്റ്റത്തെയും ആര് സ്ഥാപിച്ചു? നമ്മുടെ ഹിറ്റ്ലർ സ്ഥാപിച്ചു. ഓക്കെ, ആൻഡ് ഹിറ്റ്ലേഴ്സ് അഗ്രഷൻ ലെഡ് ടു സെക്കൻഡ് വേൾഡ് വാർ. നമുക്കറിയാം ഹിറ്റ്ലറിന്റെ അഗ്രഷൻ ആണ് അവസാനം എന്തിലേക്ക് എത്തിച്ചത്? നമ്മുടെ സെക്കൻഡ് വേൾഡ് വാറിലേക്ക് എത്തിച്ചത്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് എന്തെന്ന് പറഞ്ഞാൽ നാസിസം ഇൻ ജർമ്മനി എന്ന് പറയുമ്പോൾ. അപ്പൊ ഞാൻ വിശ്വസിക്കുന്നു ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഇറ്റലിയിലെ ഫാഷിസം എന്താണെന്നും അതുപോലെ തന്നെ ജർമ്മനിയിലെ നാസിസം എന്താണെന്നും ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പൊ ഇതുപോലുള്ള വീഡിയോസ് എന്ത് ചെയ്യുന്നതായിരിക്കും? നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ അതിനുവേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പൊ അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ ഗുഡ് ബൈ.